എൻ്റെ പേര് ദേവിക ദേവു. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് വരുന്നു. ഇഷ്ടമുള്ളവർ എന്നെ ദേവി എന്ന് വിളിക്കും. കുറച്ചും കൂടി ഇഷ്ടമുള്ളവര് ദേവി കെ എന്ന് വിളിക്കും. കെ ഇനിഷ്യലല്ല കേട്ടോ. പിന്നെ ദിലീപേട്ടനടക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നെ ദേവുഴൂ അങ്ങനെ വേണേലും വിളിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള അല്ലെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. ഇന്ന് ആ ഒരു പെണ്ണ് കാണലിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഐശ്വര്യ റായി ആണെന്നാണ് എൻ്റെ ഒരു വെപ്പ്. പക്ഷെ പല ആൾക്കാരും പറയുന്നത് കരിഞ്ഞ ഐശ്വര്യ റായി എന്നാണ്. അങ്ങനെ ഈ ഐശ്വര്യ റായി ഇരുന്ന് പുട്ടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഒരു കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കുളിക്കുകയും നനയ്ക്കുകയും ഇല്ലാത്ത ആളൊക്കെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും നനയൊക്കെ നടത്തി പൊട്ടൊക്കെ തൊടുന്നുണ്ട്, എങ്ങോട്ടാണാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയില്ലേ മീനുവിൻ്റെ പെണ്ണ് കാണലാണ് ഇന്ന്, അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, മീനുവിനെ പെണ്ണ് കാണാൻ പോകുന്നതിന് നീ എന്തിനാടി ഈ പുട്ടിയിട്ടിരുന്നേന്ന്? അതിൻ്റെ പിന്നിലുള്ള പെൺകുട്ടികളുടെ സൈക്കോ എന്താണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ തിക്കും പൊക്കും ഒക്കെ ഇങ്ങനെയൊന്ന് നോക്കിയിട്ട് എന്നോട് ചോദിക്കാണ്, പെണ്ണ് കാണാൻ പോകുന്നത് മനസ്സിലാകാം, ഈ അണ്ടകടാകം പോലെയുള്ള ബാഗ് നീ എന്തിനാ ഒരുക്കി വെച്ചേക്കുന്നതെന്ന്? നമ്മളെ കല്യാണ വീട്ടിലേക്കൊക്കെ അല്ലേ പോകുന്നേ, ഒരു മുൻകരുതൽ അത്യാവശ്യമാണല്ലോ. അങ്ങനെ ഞാൻ ഈ ബാഗൊക്കെ ആയിട്ട് മീനുവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ മീനുവിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് മീനുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മീനുവിൻ്റെ അച്ഛനും അമ്മയും അവള് മാത്രമേ ഉള്ളൂ. ഫുള്ളൊരു നിശബ്ദത. ഞാൻ അവളോട് ചോദിച്ചു, ഇതെന്താടി ഒരു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ആയിട്ട് ഇവിടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒന്നും ആരും വന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് പറയാം, മോളെ ഇത് ന്യൂ ജനറേഷൻ. എൻ്റെ ചെക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ അച്ഛനും അമ്മയും അവര് വാട്സാപ്പിലും കണ്ടിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങ് നടത്തുന്നു, അത്രേ ഉള്ളൂന്ന്. അങ്ങനെ ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കനും ചെക്കൻ്റെ കൂട്ടുകാരനും കൂടെ വന്നു. അവർ വന്നു, കുറച്ചു നേരം മിണ്ടി സംസാരിച്ചു, അങ്ങ് പോയി. നമ്മുടെ സുരേഷ് ഗോപി സാറ് പറയുന്ന പോലെ ദേ വന്നു ദാ പോയി. ഇനിയുള്ളൊരു കാലത്തെ കല്ലുമാലക്കാതി കമ്മലതില്ലേലും മാളോരെ കള്ളിയവളുടെ കുള്ളൊരു മുള്ളാണേ. ഈ പാട്ട് പാടി തീരുന്നതിന് മുമ്പ് 2 കുഞ്ഞുങ്ങളും ആകും, പെണ്ണ് കാണലും ഉണ്ടാവൂല, കല്യാണവും ഉണ്ടാവൂല. ഇത് പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നേ. എനിക്കൊരു ചിറ്റയുണ്ട്, ഉഷച്ചിറ്റ. ചിറ്റയുടെ പെണ്ണ് കാണലെന്ന് പറഞ്ഞാല് അതായിരുന്നു പെണ്ണ് കാണല്. പെണ്ണ് കാണാൻ വന്നതോ ഒരു ലോഡ് ആൾക്കാരാണ്. 90 വയസ്സായി കുഴിയിലേക്ക് ഇങ്ങനെ കാല് നീട്ടിയിരിക്കുന്ന അപ്പം മുതല് ഇപ്പൊ പെറ്റു വീണ കുഞ്ഞിനെ വരെ എടുത്തോണ്ടാണ് അവര് പെണ്ണ് കാണാൻ വന്നത്. ഇത് കണ്ടപ്പോഴേ കുന്നേപ്പള്ളിയിൽ നേർച്ചയൊക്കെ ഊട്ടുനേർച്ചയുണ്ട്, ആ സമയത്ത് ഒരു തിക്കും തിരക്കുണ്ട്, അതുപോലെയാണ് അവര് വരുന്നത്. ഇനി ചെക്കൻ വരുന്നതിനൊരു സ്റ്റൈലുണ്ട്. ഈ ഇലക്ഷനൊക്കെ അടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ആൾക്കാർ വരികയല്ലേ, ഈ രീതിക്കായിരിക്കും ചെക്കൻ വരുന്നത്. ചെക്കനെ കുറിച്ച് പറയാനാണെങ്കിൽ മാരിവില്ലിന്റെ 7 വർണ്ണങ്ങൾ തുന്നി പിടിപ്പിച്ചതുപോലത്തെ ഒരു ഷർട്ട്, കദളി വാഴയ്ക്ക് കാറ്റടിച്ചതുപോലത്തെ ഒരു തലമുടി, അവത്താൽ ഏഷ്യൻ പെയിന്റ് കോരി അടിച്ചതുപോലത്തെ ഒരു കളറിങ്ങും, അച്ചപ്പത്തിന് വള്ളിയിട്ട് കെട്ടിയതുപോലത്തെ ഒരു വാച്ചും, മൊത്തത്തിൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ്റെ അകത്ത് നമ്മുടെ കുഞ്ചൻ സാറ് വരുന്നത് പോലെ പച്ച പരിഷ്കാരിയായ ഒരു പയ്യനും. അങ്ങനെ ചെക്കൻ വന്നു ഇരുന്നു, പിന്നെ പരിചയപ്പെടുത്തലായി, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കാരെ സ്വന്തക്കാരെയൊക്കെ പരിചയപ്പെടുത്തലായി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കഥാനായികയോട് ചായയൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ഉഷച്ചിറ്റ വളരെ മന്ദം ഇങ്ങനെ ചായയൊക്കെ ആയിട്ട് വന്ന് നിന്നു. ഈ നിൽക്കുന്ന സമയത്ത് നാണം കാരണം ചിറ്റ കാലും കൊണ്ട് ഒരു 5-6 ചേന അവിടെ വരച്ചു. ഇനി ഈ ചേനയെല്ലാം കൂടെ വളർന്ന് പന്തലിച്ച് ഇനി ഇവരെ തമ്മിൽ മറയ്ക്കുമെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി, അത്രയ്ക്കും നാണമായിരുന്നു. ഇതും കഴിഞ്ഞപ്പോഴത്തേനും പതിയെ ചെക്കൻ അടുത്തിരിക്കുന്ന ദല്ലാളിനെ ഇങ്ങനെ 2 തോണ്ടലും പിച്ചിലും, എന്നാ സംസാരിക്കാൻ 5 മിനിറ്റ് വേണമെന്ന്. ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ. അന്നേരം ശരി അവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊടുത്തു. ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് ചിറ്റയുടെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞിട്ട് ചെക്കൻ ചോദിച്ചു, ഉഷേനെ എനിക്കിഷ്ടമായി, ഉഷയ്ക്ക് എന്നെ ഇഷ്ടമായോ? ഉടനെ ഇതൊന്നും നാണം കാരണം തലയൊന്നും ഉയർത്തുന്നില്ല. ഈ ചില വാഴയ്ക്കൊക്കെ മുട്ട് കൊടുക്കുന്നത് പോലെ അതിലൊരു മുട്ടെടുത്തുകൊണ്ട് വന്ന് ചിറ്റയുടെ താടിക്ക് വെച്ചാലേ ചിറ്റ മുഖം ഉയർത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമ്മുടെ ഉമ്മറത്തുനിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാം. സമയം കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. ഈ ജയിലിനുള്ളിലൊക്കെ പോകുന്ന ആൾക്കാരെ 5 മിനിറ്റ് സമയം കൊടുത്തു കഴിയുമ്പോൾ പറയില്ലേ കഴിഞ്ഞു, ആ രീതിയിൽ
ഇനി വന്നിരിക്കുന്ന കുറേ ആളുകളിൽ ഒരു ജാതി അമ്മാവന്മാരും ഉണ്ടാവും. കുറേ ഈ പ്രായം കഴിഞ്ഞ ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതിലൊരു അമ്മാവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ പറച്ചില, നിങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങ് കൊടുത്തു, ഞങ്ങളായിട്ട് ഒരു സാധനവും ചോദിക്കുകയല്ലെന്ന്. ഇനിയിപ്പോൾ ചോദിക്കാൻ മാത്രം ഒന്നുമില്ല, 3 സെന്റ് സ്ഥലവും ആ കഴുക്കോലും മാത്രമേ ഉള്ളൂ, ഇനി അതും കൂടി കൊടുത്തു വിടണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്മാവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു നോട്ടമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. സെന്റിനൊക്കെ ഇവിടെ എത്ര ഇപ്പൊ വില? ഇന്ന വിലയുണ്ടമ്മാവാ. ഞങ്ങളുടെ അവിടെ കുറവാ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മാറിയിട്ട് തെക്കയിലേക്ക് നോക്കി നിന്നിട്ട് പറയാം, ആ തെങ്ങിന് ബാറ്റം പോസ് 20 അങ്ങ് ഇട്ട് കൊടുത്താ അങ്ങ് താഴച്ച് നല്ല തേങ്ങ ഉണ്ടാവുന്നു. ഞാൻ വിചാരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം ഇടിവെട്ടിപ്പോയ തെങ്ങിന്റെ മണ്ടയിൽ എന്തുട്ട് തേങ്ങയാണാവോ ഉണ്ടാകുന്നതെന്ന്. ഇതും കഴിഞ്ഞ് നമ്മൾ ലോക മലയാളികളെ എന്ത് വീട്ടിൽ ചെന്നാലും കാണിക്കണ ഒരു സ്വഭാവമുണ്ട്. ആ വീട്ടിലെ കിണറ്റിൽ പോയിട്ട് ഒരാവശ്യമില്ലാതെ ഒളിഞ്ഞു നോക്കും. ഇതുപോലെ തന്നെ ഈ അമ്മാവനും ചെന്നിട്ട് ഒരൊറ്റ ഒളിഞ്ഞു നോട്ടായി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് പറയും, ഈ വെള്ളം പറ്റുന്നതാണോ? പറ്റുന്നതാണെങ്കിൽ ഒരു 2 കോലം അങ്ങോട്ട് താത്തോളൂ, നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഇനി അത് താത്ത് കഴിഞ്ഞിട്ട് ഒരു 2 റിങ്ങും കൂടി അങ്ങോട്ട് കെട്ടിയാൽ മതി, നല്ലതായിരിക്കും സംഭവം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നാന്നറിയാവോ, ഈ അമ്മാവൻ ശരിക്കും ഞങ്ങളുടെ ചിറ്റേനെ പെണ്ണ് കാണാൻ വന്നതാണോ, ഞങ്ങളുടെ വസ്തു മുഴുവൻ മേടിച്ചോണ്ട് പോകാൻ വന്നതാണോ എന്നാണ്. ഈ കല്യാണക്കഥയൊക്കെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ പറഞ്ഞേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇജാതി അമ്മാവന്മാരൊന്നും എനിക്കില്ല, തന്നെയല്ല മുറ്റത്ത് കിണറും ഇല്ല. ഇവിടെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാ നന്ദി.